തൂക്കുപാലത്തിനടുത്ത് അയ്യപ്പൻകോവിൽ ഈ കലുങ്കുപാലത്തെ വരെ വെള്ളം കയറി കേട്ടോ. ഉണ്ടോ പുള്ളി അവിടെ ചെന്നപ്പോൾ പോകണ വേണ്ടി സംശയമായി. ഇപ്പം നമ്മൾ നേരത്തെ വന്നതിനെക്കാട്ടി കുറച്ചുകൂടെ വെള്ളമായി കേട്ടോ. അക്കരെ തോണികടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. തോണിയെ കയറി ചുറ്റിക്കറങ്ങി വരാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വെള്ളം ഇത്ര ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ അക്കരക്ക് കിടക്കാനൊരു പാലമൊക്കെ ഉണ്ടായിരുന്നേ. പാലമൊക്കെ മൂടി വെള്ളമായി കേട്ടോ. ഇപ്പോൾ അയ്യപ്പൻകോവിൽ വളരെ സുന്ദരമായി. വെള്ളമൊക്കെ ഇങ്ങനെ കയറി വന്നപ്പോൾ അവിടെ ഒരു നീർക്കാക്ക ഇരിപ്പുണ്ട് കേട്ടോ. മീനിനെ ഉന്ന വിട്ടിരിക്കുവാണേ. ഇപ്പം നമ്മൾ അയ്യപ്പൻകോവിലാണേ. വീണ്ടും അയ്യപ്പൻകോവിൽ വന്നത് നമ്മുടെ GoPro 11 ക്യാമറയുടെ ഒരു വീഡിയോ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണേ. നമുക്ക് ഇവിടുത്തെ കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം വെള്ളമൊക്കെ ഇവിടെ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കുണ്ടല്ലോ കാണാനായിട്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ്. ചുറ്റോട് ചുറ്റും നല്ല രീതി. കഴിഞ്ഞ ദിവസം ഞാനൊരു കുറച്ച് ദിവസം ആയുള്ള ഇവിടെ വന്നൊരു വീഡിയോ എടുത്തിട്ട്, പക്ഷേ അതിനെക്കാട്ടി കൂടുതലായിട്ട് ഇപ്പോൾ വെള്ളമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അവിടം വരെ പറ്റുമെങ്കിൽ ഒന്ന് പോയിട്ട് അവിടം വരെയും പോയിട്ട് വരാം. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവിടേക്കൊന്നും നമ്മൾ പോയില്ല. അപ്പോൾ ഒന്ന് കണ്ടു വന്നാലോ. അക്കരെ തോണിയൊക്കെ കിടക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് യാത്രക്കാരൊക്കെ വരും. ഇതിലെ ആൾക്കാരെല്ലാം നടന്ന് അക്കരയ്ക്ക് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കൊന്ന് നടന്നു നോക്കാം. ഇത് വെള്ളം എന്തായാലും ഉണ്ടെന്ന് അറിയത്തില്ല. പാൻ്റൊക്കെ നനയുമെന്ന് അറിയില്ല. ഇപ്പോൾ അധികം വെള്ളമില്ല കേട്ടോ. ഒരു മുട്ടപ്പം വെള്ളമുണ്ട്. ഞാനേതായാലും പാൻ്റൊക്കെ ചെറുത്ത് കയറ്റി വെച്ചിരിക്കുക, അതുകൊണ്ട് നനയില്ല. പാലത്തിന് നടുക്ക് വന്നപ്പോൾ അധികം വെള്ളമില്ല. ഇതുണ്ട് നമ്മളെ വെള്ളം കയറി കിടക്കുന്ന പാലത്തെ കൂടെ ഇക്കരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വെള്ളമൊന്നുമില്ലെന്നേ, കുറച്ച് വെള്ളമുള്ളേ. വെള്ളമൊക്കെ ആയി വരുന്നേ ഉള്ളേ. ഇവിടെ വന്ന് നമുക്ക് ഈ പാലത്തിൻ്റെ കാഴ്ചയൊന്ന് കണ്ടാലോ. തൂക്കുപാലം കണ്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഇത് കേട്ടോ. ഇഞ്ചത്തൊട്ടി തൂക്കുപാലം 180 മീറ്ററേ ഉള്ളൂ. നമ്മുടെ ഈ അയ്യപ്പൻകോവിലെ തൂക്കുപാലം 200 മീറ്ററുണ്ട്. പഴക്കത്തിലും ഇത് തന്നെയാണ് മുന്നിലെ. ബൈക്കൊക്കെ പോകുന്ന പോക്കുണ്ട് വെള്ളത്തിൽ കൂടെ. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് പാലത്തിന് മേളിലോട്ട് വെള്ളം കയറി വരുവേ. അന്നേരം നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. ഇവിടുന്ന് നോക്കിയേ, തോണിയൊക്കെ കിടക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ. വെള്ളമിപ്പോൾ നല്ല രീതി. അതാ അവിടുന്ന് കണ്ടോ വെള്ളം ഇങ്ങോട്ട് ഒഴുകി ഒഴുകി കയറി വരുന്നത്. ഓ, പെരിയാറ് കയറി കിടക്കുന്നുണ്ട്. അമ്പലത്തിലേക്കുള്ള വഴി ഇപ്പം ഇതിലേ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേ ഒന്ന് പോയി നോക്കാം. അപ്പുറത്ത് വെള്ളം കയറി കിടക്കുവാണെന്ന് അറിയില്ല. ആണെങ്കിൽ അപ്പുറത്തൂടെ കയറി വരേണ്ടി വരും. നമ്മൾ വന്ന വഴിക്കുന്നേ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴൊരു കാഴ്ച നോക്കിയേ. ഇവിടെയൊക്കെ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല പച്ചപ്പായിട്ട് അത്യാവശ്യം പൂമ്പാറ്റകളും ചെറിയ കിളികളും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കാണും. അങ്ങ് ദൂരെ കണ്ടോ അമ്പലം. നമുക്ക് ഇവിടുന്ന് ചെറിയ രീതി കാണാം കേട്ടോ. ഇപ്പോഴിവിടെയെല്ലാം വെള്ളം കയറിയിട്ടുണ്ടാവേ.
അവിടേക്ക് കടക്കാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല, അങ്ങോട്ട് ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ. പിന്നെ ശിവരാത്രിയുടെ സമയത്തൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ എല്ലാം കംപ്ലീറ്റ് കടകമ്പോളങ്ങളായിരിക്കും. ആ ഒരു ദിവസം ഇവിടെ ഭയങ്കര ഒരു ആഘോഷമാണ്. ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളം കയറുവേ. പിന്നെ നമുക്ക് ഈ വഴി കൂടെ ഇങ്ങനെ വരാൻ പറ്റില്ല. അതുകൊണ്ട് അതിലെ ഒരു വഴിച്ചാലിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ അതിലെ കുറേ പോകുന്നുണ്ട്. ഇപ്പോൾ കാണത്തില്ല, അതിലെ വഴി കിടപ്പുണ്ട്. ഇതുണ്ടോ വെള്ളം കയറി കിടക്കുന്നുണ്ടോ? മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ അപ്പുറത്ത് കയറേണ്ടി വരുമോ എന്നറിയത്തില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ ചവിട്ടിയാൽ താഴുന്ന രീതിയിലായിട്ടുണ്ടേ. വാഹനങ്ങളൊക്കെ വരുന്ന ഈ വഴിക്ക് കൂടെയാണേ. അതുകൊണ്ടാണ് ഇവിടെ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നത്. ഉത്സവത്തിൻ്റെ സമയത്ത് ഈ സൈഡെല്ലാം കടകളായിരിക്കും. അവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ടേ. ആ സ്റ്റേജിൽ കുറേ കലാപരിപാടികളൊക്കെ നേരം വിളിക്കുന്നവരെ ഉണ്ടാവുകയെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് കുറേ ഭംഗി. കാരണം എന്താണെന്നറിയോ, നല്ല പച്ചപ്പും നടുവിൽ കൂടി ചുവന്ന റോഡും ഒക്കെ കൂടെ ഈ പെരിയാറിൻ്റെ തീരത്തൂടെ ഈ അമ്പലത്തിൻ്റെ അടുത്തേക്കൊക്കെ ഉള്ളൊരു ട്രക്കിംഗ് ഒക്കെ അടിപൊളിയാണേ. ഇങ്ങോട്ടൊക്കെ നോക്കിയേ, ഒരു തരം നീല പൂവാണ് കംപ്ലീറ്റ്. ഗോപ്രോയിൽ നമുക്കൊരു 1.4 വരെയൊക്കെ സൂം ചെയ്യാൻ പറ്റും കേട്ടോ. ആ സൂമിങ്ങിൽ എടുക്കുന്ന ഒരു വിഷ്വൽസാണ് ഇത്. അതുകൊണ്ടോ അമ്പലത്തിനൊക്കെ ഒരു പുതിയ നിർമ്മാണമൊക്കെ നടത്തിയിട്ടുണ്ട്. മുകളിലോട്ട് അതിൻ്റെ ശ്രീകോവിലൊക്കെ പൊക്കി പണിതേക്കുവാന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത് ചെന്ന് നോക്കാം. നല്ലപോലെ വെള്ളം കയറി കഴിഞ്ഞാണ്ടല്ലോ ഇവിടേക്കൊക്കെ അവർ നമ്മളെ തോണിയിൽ കൊണ്ടുവരും കേട്ടോ. അതിനിപ്പോൾ ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞ് മിക്കവാറും അത് ആ ഒരു ലെവലിലേക്ക് വെള്ളം ഇവിടെ എത്തും. ഇതിപ്പം വെള്ളം അത് അവിടം വരെ എത്തിക്കഴിഞ്ഞേ. അവിടെയാണ് ഈ ദേവസ്വത്തിൻ്റെ ഓഫീസൊക്കെ വരുന്നത്. പിന്നെ ഇതാ മാളികപ്പുറമൊക്കെ ഇവിടെ പുതിയൊരു കോവിലൊക്കെ പണിയുന്നുണ്ടേ. ഇത് നോക്കിയാൽ ഇപ്പോൾ ഇത് കാണാൻ വളരെ ഭംഗിയായിട്ട് മുകളിലോട്ട് കോവിലൊക്കെ പണിതല്ലേ. മുകളിലേക്കൊരു സ്റ്റെപ്പൊക്കെ അടിച്ച് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പൻ കോവിൽ ഇടുക്കി യൂട്യൂബ് ചാനലാണ്. ഇപ്പോൾ ഇത് കണ്ടോ അയ്യപ്പൻ്റെ ക്ഷേത്രം അയ്യപ്പൻ കോവിലെ. ഇപ്പോൾ ഒത്തിരി ഭംഗിയുണ്ടല്ലേ. ഇങ്ങോട്ട് സ്റ്റെപ്പൊക്കെ കയറ്റി മുകളിലോട്ട് കയറി പോവാം കേട്ടോ. ഇവിടെ മുതൽ 18-ാം പടിയാണ് കേട്ടോ. കണ്ടോ നമുക്ക് ഏതായാലും മുകളിലൊന്ന് കയറിയിട്ട് വരാം. അയ്യപ്പൻ കോവിലെ അമ്പലം പുതുതായിട്ട് ഇതിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഉയർത്തിപ്പണിതാണേ. പെരിയാറിൻ്റെ തീരത്ത് ഇവിടെ നല്ല കാറ്റാട്ടോ. പെരിയാർ നദി കണ്ടോ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഒരു പാറ. പുറത്തോട്ട് എന്ത് ഭംഗിയുള്ള കാഴ്ച നോക്കി. ഇതിലൊക്കെ വെള്ളം അങ്ങ് കയറി കഴിയുമ്പോൾ നമ്മൾ ഇതിന് ചുറ്റിനും അവർ കൊണ്ടുവരുവേ തോണിയല്ലേ. ഇതിൻ്റെ ഫുള്ള് വർക്കുകൾ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ദേവസ്വം കൗണ്ടറൊക്കെ ഉണ്ട്. ഇതാണ് മാളികപ്പുറത്തിന് അങ്ങോട്ടേക്ക് നമുക്ക് പോകാവുന്ന വഴി. മേൽപ്പാലം. ഇതും പണികൾ തീർന്നിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ കണ്ടോ, താഴത്തെ ദേവസ്വം കൗണ്ടറൊക്കെ. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഈ ശ്രീകോവിലൊക്കെ കണ്ടിട്ട് താഴോട്ടിറങ്ങിപ്പോവാം. മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. അടുത്ത ശിവരാത്രിയുടെ ആ സമയത്ത് നല്ലൊരു ആഘോഷമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വരണം.
ഇവിടുത്തെ കിണർ കണ്ടോ, ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള കിണറാണ്. ആദ്യകാലത്ത് അയ്യപ്പക്ഷേത്രമൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള കിണറാണ്. പിന്നെ ഇപ്പോൾ അത് കെട്ടിയൊക്കെ നന്നാക്കി എടുത്ത് നിറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം പറ്റത്തില്ല കേട്ടോ, എത്ര വേനൽ വന്നാലും ഇവിടുത്തെ ഈ വെള്ളമൊന്നും പറ്റത്തില്ല. ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെയാണ് ഈ കൽത്തൂണുകളൊക്കെ കണ്ടോ, ഇതിനൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ അയ്യപ്പൻകോവിലെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇനി നമുക്ക് ഇതിലെ ഈ മേൽപ്പാലത്തിൻ്റെ അടി കൂടെ അപ്പുറത്ത് പെരിയാറിൻ്റെ അടുത്തോട്ടൊന്ന് പോയിട്ട് വരാവേ. മാളികപ്പുറം കണ്ടോ പുതുതായിട്ട് പണിയുന്നൊക്കെ. മേൽപ്പാലം പണി കഴിഞ്ഞാ കേട്ടോ, നല്ല ഹൈറ്റാണ്. ഇവിടെയൊക്കെ കല്ലുകൾ ഇരിക്കുന്നുണ്ടോ, ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെയാണ് ഇതെല്ലാം. പഴയ കാലത്ത് നിർമ്മിച്ച ആ ഒരു കല്ലിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കല്ലൊക്കെ കിടക്കുന്നുണ്ട്. ഇന്ന് ഇതുപോലുള്ളൊരു കല്ലൊന്നും പൊത്തിയെടുക്കാനും ഇത്രയും വലുപ്പത്തിൽ പൊക്കിയെടുക്കാനും നമുക്കൊന്നും പറ്റിയില്ല. ഇത് കണ്ടോ, നമ്മൾ പെരിയാറിൻ്റെ അടുത്തേക്കാണ് ഇതിലേ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്. നേരത്തെയൊക്കെ നമുക്ക് ഈ പുഴ മുറിച്ച് കടന്ന് അക്കരെ കയറിയ ഉപ്പുപാറയാണ് കേട്ടോ. ഇതിൻ്റെ തീരത്തൊക്കെ എന്ത് പൂക്കളാന്ന് നോക്കി, ഓ മനോഹരം. ഈ പാറയുടെ ഇടയിൽ കൂടെ പണ്ടൊരു ഗുഹയുണ്ടായിരുന്നു എന്നാണ് പെടുന്നത്. മധുരയിലേക്ക്, മധുര രാജകൊട്ടാരത്തിലേക്കുണ്ട് ഒരു തുരങ്കം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ആ പാറയുടെ അടുത്തേക്ക് ഇപ്പോൾ അങ്ങനെ നമുക്കങ്ങനെ അങ്ങോട്ടുള്ള പ്രവേശനമൊന്നുമില്ല, അതൊക്കെ ഇപ്പോൾ അടഞ്ഞു പോയി കാണും. പ്രകൃതിയിലേക്ക് വേസ്റ്റ് കൊണ്ട് തട്ടിയിട്ടാണ് ഇതുപോലെ വേസ്റ്റ് ഇവിടെ വന്ന് കിടക്കുന്നത്. വെറുതെയാണോ പ്രകൃതി നമ്മളെ ഉപദ്രവിക്കുന്നത്? പെരിയാർ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് എത്ര നാളായി. മീൻ പിടിക്കാൻ കുറേ കിളികളും പക്ഷികളൊക്കെ ഇതിലിങ്ങനെ പറന്ന് നടക്കുന്നുണ്ടേ. ഇപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, ഇവിടെ ഇതുപോലെ വെള്ളം കിടക്കുന്നതുകൊണ്ടേ. എത്ര മനോഹരമാണെന്ന് നോക്കി. ഇതിലേ നമുക്ക് തോണിസവാരിയൊക്കെ വരാവേ. മീൻപിടുത്തക്കാർ ഇവിടെ വന്നിരിക്കാറുണ്ടെന്നോ, അതുകൊണ്ട് തടിയും മുട്ടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നല്ല ആഴത്തിലിപ്പോൾ വെള്ളം കിടക്കുന്നത്. തോണിയാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വരാം. എന്നിട്ട് ഇതാ വെള്ളം കയറി കഴിയുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവേ. അപ്പോൾ ഇതിനിടക്കൂടെ അവർ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ നിന്ന് പിന്നെയും തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാം. അതാ അമ്പലത്തിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ, പാറയ്ക്കപ്പുറത്തൂടെ. ഇപ്പോഴും നല്ല ഭംഗിയല്ലേ. അതിൻ്റെ മുകളിലേക്ക് കയറ്റി അങ്ങ് പണിത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ഇനിയിപ്പോൾ വലിയ വെള്ളം അത്രയ്ക്കും വരാറില്ല. ഈ പാറയുടെ ഈ ചോട് വരെയൊക്കെ വെള്ളം വരുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ശ്രീകോവിലേക്ക് വെള്ളമൊന്നും അങ്ങോട്ട് കയറത്തില്ല. ഈ പാറയ്ക്ക് അപ്പുറത്തൂടെ ആയിരുന്നു തുരങ്കം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഇപ്പോഴിവിടെ ഒന്നും കാണത്തില്ല. പാറയിൽ കയറരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കേട്ടോ. കാരണം ഡേഞ്ചറാണേ. അവിടെ എല്ലാം കണ്ടോ മഴ പെയ്ത് പായലൊക്കെ പിടിച്ചിരിക്കുക. ഒത്തിരി പൊക്കമുണ്ട്, നമ്മൾ കാണുന്ന പോലെ അല്ല ഇത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇത് ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഇവിടെ പഴയ രീതിയിൽ ഒരു അമ്പലം വരുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇതിന് ചുറ്റോടിയിട്ടും കുറച്ചും കൂടെയൊക്കെ വീതി കൂട്ടിയൊക്കെ വരുവാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, അതിന് മണ്ടേ കയറിയൊന്നും അത്യാവശ്യം വീതി ഉണ്ട്. സൈഡിൽ കൈവേരിയൊക്കെ ഉണ്ട് താഴെ പോകാതെ. ഇനി നമുക്കിവിടെ ഒരു ഇല്ലിച്ചോറുണ്ടേ. ഈ ഇല്ലിച്ചോട്ടിൽ നിന്ന് അങ്ങോട്ട് നല്ലൊരു കാഴ്ച കിട്ടുന്നതാണേ. അതൊന്ന് കണ്ടിട്ട് വരാം. ഈ ഇല്ലിച്ചോറ് ഒരു പ്രത്യേക ഇല്ലിച്ചോറാണ്. ഇവിടെ എപ്പോൾ നോക്കിയാലും ആൾക്കാരൊക്കെ കാണും കേട്ടോ. ഇതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് പെരിയാറിൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ. നമ്മളൊരു 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ ഇവിടെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു കേട്ടോ. തീർത്ത് വെള്ളം കുറവായിരുന്നേ. പെട്ടെന്ന് വെള്ളം കയറി വന്നേ. മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴല്ല വെള്ളം കയറിയത്, മഴ കഴിഞ്ഞപ്പോഴാണ് വെള്ളം കൂടി വന്നത്. ഇങ്ങോട്ട് നോക്കി, പെരിയാർ നദി അങ്ങനെ നിറഞ്ഞു കയറി വരുന്നുണ്ടോ. ഇനിയിപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ വെള്ളം ഒത്തിരി അങ്ങോട്ടെല്ലാം ആ ഭാഗത്തേക്കെല്ലാം തള്ളിക്കയറുവേ. അങ്ങ് ദൂരെ പാലം കണ്ടോ, ആ പാലത്തിൻ്റെ അവിടെയൊക്കെ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം കയറി വരും. ചെറുതായിട്ടൊന്ന് സൂം ചെയ്തപ്പോൾ അങ്ങ് ദൂരെ നമ്മുടെ
തൂക്കുപാലം കാണാവോ? ഞാൻ പറഞ്ഞ ആ തൂക്കുപാലത്തിൻ്റെ അവിടം വരെ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെ ഈ വെള്ളം ഇങ്ങനെ കയറി വരുവേ. ഇഷ്ടംപോലെ പൂക്കളുണ്ട്. ഒരു പ്രത്യേക കളർ, ഒരു വയലറ്റ് കളറാണോ നീല കളറാണോ ഒന്നും കളർ, അങ്ങനത്തെ ഒരു മിക്സിങ് കളറാണ് ഈ പൂക്കൾക്ക്. എനിക്ക് ഈ പൂക്കൾ കണ്ടിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ നിറച്ച് ഈ കളറാണേ. നമ്മുടെ എന്താ പറയുക, നീലക്കുറിഞ്ഞി എന്നൊക്കെ പറഞ്ഞല്ലേ, അതുപോലെ ഈ ഒരു സമയത്ത് ഈ പൂക്കളൊക്കെ ഇതെല്ലാം എല്ലാ വർഷവും ഉണ്ടാകുന്ന കേട്ടോ. നീലക്കുറിഞ്ഞി നമ്മളെല്ലാം അങ്ങനെ 7, 8, 10 വർഷവും നോക്കിയിരിക്കണ്ട. നീലപ്പൂക്കൾ ഇനിയും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? തോണിയൊക്കെ കിടക്കുന്നുണ്ടോ? പക്ഷേ ആൾക്കാരില്ല. ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക്, അവധിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾ കയറി വരും കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ വെള്ളമാവും. ഇപ്പോൾ നോക്കി, നേരത്തെ കരയായിട്ട് കിടന്ന ഈ ഭാഗമൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാണ്. കായലും കയറും എന്നൊക്കെ പറഞ്ഞ പോലെ കായലും കരയും. ഇപ്പോൾ ഇഷ്ടംപോലെ മീനും കാണും കേട്ടോ. ഇനി നമുക്ക് ഈ വഴി പോയിട്ട് പാലത്തിൻ്റെ മുകളിൽ കൂടെ അക്കരയ്ക്ക് പോവാം. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആട്ടോ. നോക്കിയേ, ആ പാലം അത് ഈ ആഴ്ച തന്നെ മുങ്ങും വെള്ളം കയറിയിട്ട്. ഇപ്പോൾ നമ്മൾ അപ്പുറത്ത് ഇങ്ങോട്ട് കടന്നതിൽ കുറച്ചുകൂടെ വെള്ളം അവിടെ കയറി. ഇവിടെ കണ്ടോ കുറച്ച് വെന്തിപ്പൂക്കൾ, ജമന്തിപ്പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ. അതാണോ? നല്ല രസമുണ്ടല്ലേ, മഞ്ഞയും ഓറഞ്ചും കളറുള്ള പൂക്കളാണേ. നല്ലൊരു ഗാർഡൻ. എന്ത് രസമാണ് ഈ പൂക്കൾ കാണാമല്ലേ. ഒരേ മേഖല മൊത്തം ഇങ്ങനെ. അതിങ്ങനെ ഒരു ഭാഗം മൊത്തം ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ചെന്നാൽ കുറച്ചുകൂടെ കിട്ടുവേ. എന്ത് രസമാണെന്നൊക്കെ ഈ പൂക്കൾ കാണാം അല്ലേ. വളരെ ഭംഗിയുള്ള പൂക്കൾ കണ്ടോ. ഇവിടെ മഞ്ഞയും ഓറഞ്ചും മിക്സായിട്ടാണ്. ഇതേതായാലും ഒരു വെറൈറ്റി കാഴ്ച കേട്ടോ. പെരിയാറിൻ്റെ തീരത്ത് ഈ പൂന്തോട്ടം ഇവിടുത്തെ വള്ളക്കാരൊക്കെ ഉണ്ടാക്കിയെടുത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു വള്ളപ്പര ഉണ്ടോ. വെള്ളം വരുമ്പോൾ എന്താ ഇവിടം വരെ വെള്ളം കയറി വരും കേട്ടോ. ഇവിടെ നിന്നൊക്കെ തോണിയാൽ പോയിട്ടുണ്ട്. ഞാൻ തോണി അങ്ങനെ കയറുകയല്ല. തോണിയൊക്കെ നമുക്കൊരു പ്രശ്നമാണ്. പാലം ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇനി നമുക്ക് പാലത്തേക്കൂടെ അക്കരയ്ക്ക് പോകാം കേട്ടോ. താഴെക്കൂടെ അപ്പുറത്തെ പാലം കടന്നൊക്കെയല്ലേ നമ്മൾ വന്നേ. ഇനി ഇതിൽ നമുക്ക് അക്കരെ ചെന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഈ ഒരു ഫില്ലറിൻ്റെയൊക്കെ ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ പെരുന്തേരീച്ചയൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടേ. ആ താഴത്തെ പാലം കണ്ടോ, വെള്ളം കുറേ കൂടെ കയറിയല്ലേ നമ്മൾ അങ്ങോട്ട് പോയതിനെക്കാട്ടിലും. ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വന്ന് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടേ.
ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴാണ് ഇവിടെ കാണാൻ നല്ല ഭംഗി. ഇപ്പോൾ കുറച്ച് ആൾക്കാർ പാലത്തിൻ്റെ നടുക്ക് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പാലമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ നിർത്തുമായിരുന്നെങ്കിലേ നല്ലതായിരുന്നു. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ടോ ചങ്ങാടം കടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പഴയ ചങ്ങാടമാണ് കിടക്കുന്നത്. നമുക്ക് അപ്പുറത്തൂടെ പോയിട്ട് അതിൻ്റെ അടുത്തൊന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇത് അങ്ങോട്ടെല്ലാം വെള്ളം കയറി കേട്ടോ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അങ്ങോട്ടൊന്നും അത്രയധികം വെള്ളമൊന്നും കയറിയിട്ടില്ലായിരുന്നു. ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ടോയ്ലറ്റ് സംവിധാനവും ചെറിയൊരു കോഫി ഷോപ്പും ഒക്കെ ആയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. പണികളൊക്കെ ഏകദേശം തീർന്നിരിക്കുക. അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയിട്ട് വരാം. കണ്ട ഈ ഭാഗത്തേക്കൊക്കെ വന്ന് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇപ്പോൾ നല്ല പച്ചപ്പും ഇവിടെ ഉണ്ട്. ഈ ചെടിയിൽ കണ്ടോ കുറേ മഞ്ഞ പൂക്കളിങ്ങനെ. നമുക്ക് ആ ചങ്ങാടം കിടക്കുന്നിടത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം തെറ്റിക്കിടക്കാം കേട്ടോ. ഇത് കേട്ടോ ചെളിയാ. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിയാലോ. ഇവിടെ ഒരു ചങ്ങാടം കിടക്കുന്നുണ്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ഇതിങ്ങ് താന്ന് കരയിലോട്ട് ചേർന്ന് കിടക്കുമായിരുന്നേ. ഇനിയിപ്പോൾ അക്കരെ കൂടെ ആൾക്കാർ വരുന്നുണ്ട്. അവർ വലിച്ചിട്ട് വേണം ഈ ചങ്ങാടത്തെ കയറി ഇങ്ങോട്ട് വരാനായിട്ട്. ഇപ്പോൾ ഈ വഴി അധികം യാത്രക്കാരില്ലെന്ന് തോന്നുന്നു. ആ പുതിയ ചങ്ങാടം പണിതാണ്. അടുത്തേക്കൊന്ന് പോയി നോക്കിയാലോ. ഇത് വഴി ഇങ്ങനെ തെറ്റി കിടക്കുന്ന ആടണേ. ഒരൊറ്റ തെറ്റ് തെറ്റിയാൽ വെള്ളത്തിൽ പോയി കിടക്കും. അക്കരെ ഇക്കരെ യാത്ര ചെയ്യാനുള്ള ചങ്ങാടം. ഈ കയറെ പിടിച്ച് വലിച്ചു കഴിയുമ്പോഴല്ലോ അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ. നല്ലപോലെ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് കിഴക്കമാട്ടുകെട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി കുറേ ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. കണ്ടോ ചങ്ങാടം. ഈ ചങ്ങാടത്തെ കയറി നിന്നിട്ടേ അങ്ങോട്ട് കയറ് കിടക്കണ്ട. ഈ ചുരുണ്ട് കിടക്കുന്ന കയറ് അക്കരേന്ന് അവർ അങ്ങോട്ട് വലിക്കുവേ. അങ്ങോട്ട് വലിക്കുമ്പോൾ ഈ കയറിങ്ങനെ നൂർന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ അക്കരയ്ക്ക് അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി കേട്ടോ. ഇഷ്ടംപോലെ ചെടികളൊക്കെ ആയിട്ടോ, പലതരം പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ അക്കരെ കണ്ട പോലെ തന്നെ ഇത് കേട്ടോ. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വഴിച്ചാലത്. ഈ വഴിച്ചാൽ നമുക്ക് ആ സൈഡിൽ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോകാനൊക്കെ പറ്റുന്നതാണേ. പാലത്തിലൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. 40 പേര് കൂടുതൽ ഒരു സമയം കയറരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ചേട്ടൻ ഇവിടെയൊക്കെ കടയിൽ പേരെഴുതിയും വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പേരെങ്ങനാ? അഭിലാഷ്. വരയാണ് പരിപാടി. ഞാനിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ടാണ്. എന്നാൽ വരയ്ക്കൂ. ആ വരയ്ക്കേ കാണട്ടെ. നമുക്ക് കാണിക്കാം നാട്ടുകാരെ. വരാന്നൊക്കെ പറഞ്ഞാൽ ഒരു കലയാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. കട്ടപ്പന എന്നുള്ള പേര് പുള്ളി എഴുതുന്നുണ്ടോ. ഇത്ര വിദഗ്ധമായിട്ടാണ് നോക്കി. ശുചിത്വ മിഷൻ അതിൻ്റെ ഒരു പരസ്യമാണ് ഇവിടെ ഇവർ വരയ്ക്കുന്നത്. എവിടെ താമസിക്കുന്നത്? ഞാൻ ഇരട്ടയാർ ഷാദിഗ്രാം. ഇരട്ടയാറിലാണോ? ഞാനിവിടെ അടുത്താ. ശരി എന്നാ, കണ്ടതിൽ സന്തോഷം. വിനോയ് ഇടുക്കി. ഞാൻ ഇതിൻ്റെയൊക്കെ നേരത്തെ ഒരുപാടൊക്കെ ചെയ്തിട്ടുള്ള. ഇവിടെയൊക്കെ നല്ല സീനറി അല്ലേ ഇപ്പോൾ. അപ്പോൾ എങ്ങനെയുണ്ട് അയ്യപ്പൻകോവിൽ ഇപ്പോഴത്തെ ലെവലിലുള്ളൊരു കാഴ്ച? നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. നമ്മൾ
ഗോപ്രോ 11-ലാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് 1-2 വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അഭിപ്രായം പറയണം. ഇതിപ്പം 4K 30 സിനിമാറ്റിക്കിലാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. എങ്ങനെയായി എന്തായെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കിട്ടി. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.